ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചാള, അതായത് മത്തി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല എരിവിലുള്ള കറിയാണ്. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കുന്നത് കുടംപുളി ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ഇതിൽ ഞാൻ ചെയ്യുന്നത് ചൊറുക്കയാണ് ചേർക്കുന്നത്. എൻ്റെ അമ്മ വീട്ടിലൊക്കെ ചെറുപ്പത്തിലെ മുതൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മത്തിക്കറിയാണ്. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഇടിച്ച മുളകൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് ഈ ഒരു കറിക്ക് കിട്ടുക. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് കണ്ടുനോക്കാം. അര കിലോ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കത്തി ഉപയോഗിച്ച് ഇതുപോലെ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഒരു അടിക്കട്ടിയുള്ള ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു വലിയ സൈസ് വെളുത്തുള്ളി, തീരെ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 2-3 ചേർക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഇത് രണ്ടും നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 8-10 ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് നടുവേ കീറിയതും ചേർക്കുന്നുണ്ട്. ഈ കറിക്ക് കൂടുതൽ രുചി കിട്ടാനായിട്ട് വേണമെങ്കിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ചെറുതാക്കി ചതച്ച് ചേർക്കുന്നതും നല്ലതായിരിക്കും. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് ക്രഷ് ചെയ്ത ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടി പിടിച്ച് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഫിഷ് കറി ചെയ്യുമ്പം റെഡ് ചില്ലി ഫ്ലേക്സ് അങ്ങനെ ചേർക്കാറില്ല. പക്ഷേ ഈ ഒരു പ്രിപ്പറേഷന് നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പം ഈ കറിക്കൊരു പ്രത്യേക രുചിയാണ് തരുന്നത്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ 2 വലിയ ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്താലും മതി. അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തീ കൂടുതലാണെങ്കിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇതിൻ്റെ പുറകെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. എനിക്കിവിടെ കുറച്ച് ഓയിൽ കുറവ് തോന്നിയുകൊണ്ട് കുറച്ചുകൂടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ ഫിഷ് കറിയിൽ നമ്മൾ ഉലുവയും അതുപോലെ തന്നെ ഉലുവപ്പൊടിയും ചേർക്കുന്ന പോലെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ എൻ്റെ വീട്ടിലൊന്നും ഉലുവ ചേർക്കാറേ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഏറ്റവും ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് 2-3 ഉലുവ ഇട്ട് പൊട്ടിച്ച് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഉലുവ പൊടിച്ച് ചേർക്കരുത്. പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 കപ്പോളം മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചാറ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കാണെങ്കിൽ എപ്പോഴും ഏറ്റവും അവസാനം ഒരുപാട് ചാറ് ബാക്കി വരും. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് വിനീഗർ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒരു 1.5 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്താൽ മതി. കാരണം എങ്ങാനും കൂടി പോവുകയാണെങ്കിൽ പിന്നെ അത് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ആദ്യം ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ പുളി ആവശ്യം തോന്നുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുത്താലും മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പുളിയുടെ കുറവ് തോന്നിയുകൊണ്ട് ഒരു ഇച്ചിരിയുടെ വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞോണം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മത്തി പീസസ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ശരിക്കും നമ്മൾ മീൻ വേവിച്ചെടുക്കുമ്പം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം എന്നാണ് പറയുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞോണം എനിക്ക് ഒരുപാട് ചാറ് വേസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇതിനെ മൂടി വെച്ച് വേവിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് മുതൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ മത്തി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മത്തിക്കറി വളരെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഇടിച്ച മുളകും അതുപോലെ തന്നെ ചുറുക്കയെല്ലാം ഒഴിച്ചിട്ടുണ്ടാക്കിയ നല്ല നാടൻ കേരള സ്റ്റൈൽ മത്തിക്കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നിറയെ കറിവേപ്പിലയും കൂടി ഈ സമയത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും. ഇതിരിക്കും തോറും കൂടുതൽ രുചിയായിരിക്കും. അപ്പോൾ കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ കുടംപുളി ഇട്ടുണ്ടാക്കുന്ന മത്തിക്കറിയുടെ ആ ഒരു ടേസ്റ്റ് അല്ല, ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.
അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണണമെങ്കിൽ ഒന്നും കൂടെ പറയുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.